ഉത്തർപ്രദേശിൽ ATS പിടികൂടിയ ചങ്കൂർ ബാബയുടെ ഒരു വാർത്ത നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് അയാളുടെ പേരിൽ 106 കോടി രൂപയുടെ നിക്ഷേപം എന്തോ കണ്ടെത്തിയതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥ കണക്ക് അതൊന്നുമല്ല എന്ന്. ഇയാളുടെ ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിക്ക് 10,000 കോടി രൂപയുടെ നിക്ഷേപം വന്നിട്ടുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തൽ. 10,000 കോടി രൂപ സങ്കല്പിക്കാൻ പറ്റാത്ത തുകയാണ്. അപ്പോൾ ഈ ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഇയാൾ ആരാണെന്ന് ആദ്യം നോക്കണം. ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും സൈക്കിളിൽ മാലയും വളയും വിറ്റ് നടന്ന ഒരാളാണ് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ജലാലുദ്ദീൻ. ഇയാൾ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു. ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ മതം മാറ്റുന്നു. പ്രത്യേകിച്ച് ദളിതർ, ആദിവാസികൾ, വിധവകളായിട്ടുള്ള അവർ ഇവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് പണം കൊടുത്ത് മതം മാറ്റുന്നു. നമ്മൾ സാധാരണ ക്രൈസ്തവ വിഭാഗത്തിലെ ചില ആളുകളാണ് ഇങ്ങനെ മതം മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ആക്ഷേപം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് വടക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ അത്തരം ഇവാഞ്ചലിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ പെന്തക്കോസ്തു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ പ്രാദേശികമായ ചില എതിർപ്പുകളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായതൊക്കെ വാർത്തയായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭീകരമായിട്ടാണ് ഈ ചങ്കൂർ ബാബയും സംഘവും ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചങ്കൂർ ബാബേനെ അവിടുത്തെ ബൽറാംപൂർ ജില്ലയിലെ ഒരു ഹോട്ടൽ ഇയാൾ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അയാളുടെ കൂടെ നീതു നസ്രീൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയും ഇയാളുമായിട്ടാണ് എന്താണ് ബന്ധം എന്നൊക്കെ വേറെ പിന്നീട് പറയേണ്ട കഥകളാണ്. ഏതായാലും രണ്ടരയും പിടികൂടി കഴിഞ്ഞപ്പോൾ ഇവർ വ്യാപകമായി പല സ്ഥലത്തും കൂട്ടത്തോടെ ആളുകളെ മതം മാറ്റാൻ, ഇസ്ലാമിലേക്ക് മതം മാറ്റാനുള്ള കേന്ദ്രങ്ങൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയിട്ടാണ് അതിൻ്റെ മറയിൽ വലിയ തോതിൽ പണമിടപാട് നടത്തുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുണ്ട്, വിദേശത്ത് നിന്ന് ഒരുപാട് പണം വരുന്നു എന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് ഈ അറസ്റ്റ് നടന്നത്. അപ്പോൾ ഇയാളെ കണ്ടെത്തിയ ഉടനെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിയപ്പോൾ 40 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇയാൾക്ക് 40 ബാങ്ക് അക്കൗണ്ടുകളിലായി അറസ്റ്റ് ചെയ്ത കഴിഞ്ഞ ദിവസം 106 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലുണ്ട്. മാലയും വളയും വിറ്റ് നടന്ന ആളാണ്. സൈക്കിളിൽ നമ്മുടെ നാട്ടിൽ കിടക്കുന്നില്ല, ഇയാൾ ഊശാൻ താടിയൊക്കെ വെച്ച് ധരച്ച് മഞ്ഞളല്ല മൈലാഞ്ചി തേച്ച് നടക്കുന്ന അങ്ങനത്തെ കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ പേരിലാണ് ഇത്രയും ഭീമമായ തുക കണ്ടെത്തിയത്. പോലീസ് ഞെട്ടിപ്പോയതിനു ശേഷം ഇയാളുടെ മകനെ അറസ്റ്റ് ചെയ്തു. മകൻ മെഹബൂബ്, നവീൻ റോഹ്റ, നീതു നസ്രീൻ എന്നിവർ അറസ്റ്റിലായി. അപ്പോൾ ഈ നവീൻ റോഹ്റ എന്ന് പറഞ്ഞാൽ ഇയാളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്, പേര് കേട്ടിട്ട് ഹിന്ദു ആണെന്ന് കരുതണ്ട, മുസ്ലിം തന്നെയാണ്. ഈ നവീൻ റോഹ്റ കുറേ കാലം പനാമയിലായിരുന്നു. ഇയാളുടെ പനാമ ബന്ധങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പനാമയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി, ലോഗോസ് മറൈൻ SA, അവരുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതൊരു ഷെൽ കമ്പനിയാണ്. ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി പേരേ ഉള്ളൂ, കമ്പനിയുടെ ഇടപാടുകളൊന്നുമില്ല. ഷെൽ കമ്പനിയാണ്, ഷിപ്പിംഗ് കമ്പനിയാണ്. ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയല്ല, ലോകത്തെമ്പാടും ചരക്കുകൾ കയറ്റി അയക്കുന്ന കമ്പനി. ആ കമ്പനിക്ക് നിക്ഷേപകരായിട്ട് കുറേ വിദേശികൾ വന്നിട്ടുണ്ട്. കൂടുതലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളാണ് അവിടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. 10,000 കോടി രൂപ. അപ്പോൾ നോക്കൂ, ഒരു മാലയും വളയും വിറ്റ് സൈക്കിളിൽ നടന്ന ജലാലുദ്ദീൻ ചങ്കൂർ ബാബയാവുന്നു. ചങ്കൂർ ബാബയുടെ ഇന്ത്യയിലെ അക്കൗണ്ടുകളിൽ 106 കോടി രൂപ ഉണ്ടാവുന്നു. അയാൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന വിദേശത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പനാമയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയിൽ 10,000 കോടി രൂപ വന്നിരിക്കുന്നു. എങ്ങനെ വന്നിരിക്കുന്നു? ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ആകെ അറിയാവുന്നത് ഈ അറബി അറിയാം, ഹിന്ദി അറിയാം. അപ്പോൾ വെറും ഒരു സൈക്കിളിൽ ചെറിയ കൗതുക വസ്തുക്കളും ആഭരണങ്ങളും വിറ്റ് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ ഒരുപാട് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വലിയ തോതിൽ ഫണ്ട് പൂൾ ചെയ്യാൻ കഴിയുന്നത്? അത് ജലാലുദ്ദീന് തനിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാവണമെന്നില്ല. ജലാലുദ്ദീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാളുടെ പേരിൽ ഒരു അക്കൗണ്ടും ഒരു സ്ഥാപനവും രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഫണ്ട് സമാഹരിച്ച് അയച്ചു കൊടുക്കുന്ന ചില ശക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ സ്ഥിതിയാണെന്ന് എനിക്കറിയില്ല, കുറേ കാലം മുമ്പ് വിവിധ ഇസ്ലാമിക തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുടെ ആളുകൾ ലേബർ ക്യാമ്പുകളിലൊക്കെ ചെല്ലും. ഈ ശമ്പളം കിട്ടുന്ന ദിവസമാകുമ്പോൾ നിങ്ങളുടെ ഒരു വിഹിതം താ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധമായി പിരിവ് നടത്തും എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഗൾഫിലെ അനുഭവങ്ങൾ ഉള്ള ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൂടാതെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൃത്യമായി ഇത്തരം ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതേ ഫ്ലോറിലിരുന്ന് അഹമ്മദ് മാഷ് പറഞ്ഞിട്ടുണ്ട്, മാധവിക്കുട്ടി മതം മാറി കമലാ സുരയ്യ ആയതിൻ്റെ പിന്നിൽ
ഒരു വലിയ അജണ്ടയുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെ ആളുകളെ മതം മാറ്റുന്നതിന് ഒരു ഫണ്ടുണ്ട്. അതും വലിയ പേരുള്ള അറിയപ്പെടുന്ന പ്രശസ്തരായ ആളുകളെ മതം മാറ്റിയാൽ അങ്ങനെ മതം മാറ്റുന്നതിന് വലിയ ഫണ്ട് കിട്ടുമെന്ന് കേരളത്തിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞത് AP മുഹമ്മദ് മാഷ. അതിൻ്റെ പേരിൽ മാഷിനെതിരെ വലിയ ആക്ഷേപവും വിമർശനവും ഒക്കെ ഉണ്ടായി. പക്ഷേ മാഷ് മലപ്പുറത്ത് മൈക്ക് കെട്ടി യോഗത്തിൽ ഇക്കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ മാധവിക്കുട്ടി കമലാസുരയ്യ ആയത് ആ മതം മാറ്റി കല്യാണം കഴിച്ച ആൾക്ക് വലിയ സാമ്പത്തിക നേട്ടവും കൂടി ഉണ്ടായ ഒരു കാര്യമാണെന്നായിരുന്നു മുഹമ്മദ് മാഷ് അന്ന് പറഞ്ഞു. അന്ന് മാഷ്ക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാലും കേസൊന്നും കൊടുത്തതായിട്ട് മാഷ് വക്കീൽ നോട്ടീസ് അയക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു. ഒരു വക്കീൽ നോട്ടീസ് വായിച്ചില്ല. പക്ഷേ ഇതങ്ങനെയാണ്. സെലിബ്രിറ്റികളായിട്ട് നിൽക്കുന്ന ആളുകളെ മതം മാറ്റാൻ ഒരു വലിയ ഫണ്ട്. കാരണം അത് വലിയ മൈലേജാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ മാറിയല്ലോ ഇന്ന ആൾ മാറി, എന്നാൽ നിങ്ങൾക്കും വന്നൂടെ, ആ ആൾക്ക് വരെ അത് ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മതം മാറി പോയ ആളുകൾ പലരും ഹിന്ദു പേര് ഉപേക്ഷിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ബ്രദർമാരൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഗിരീഷ് നായർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേര് തന്നെ ഉപയോഗിക്കും. അതൊരു അട്രാക്ഷനാണ്. ഞാൻ ഏത് മതമാണെങ്കിലും മതം മാറ്റത്തിനെതിരാണ്. കാരണം ദൈവം എന്ന് പറയുന്ന ആൾ സർവശക്തനായ ആളാണ്. ദൈവം ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് തങ്ങളുടെ പാർട്ടിയിൽ ആള് കൂട്ടിയാലേ ശക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് ഈ പറയുന്ന ആളുകൾ ദൈവത്തെ അപ്പുറത്ത് നിൽക്കുന്നവരെ പിടിച്ച് ഇപ്പുറത്തോട്ട് ചേർത്ത് ശക്തി കൂട്ടേണ്ട കാര്യമൊന്നും യേശുദേവനുമില്ല, ഭഗവാൻ വിഷ്ണുവിനുമില്ല, അള്ളായ്ക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ വിശ്വാസം അങ്ങനെയാണ് പറയുന്നതാണ് പലരും പറയുന്നത്. അങ്ങനെയല്ല. ലോകത്തുള്ള മുഴുവൻ പേരെയും ഇസ്ലാം ആക്കുക, അതുവരെ നിൻ്റെ പോരാട്ടം തുടരണം എന്ന് അവരുടെ വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ആധികാരികമായ ആളുകൾ പറയുന്നുണ്ട്. അതിനെ ആരും എതിർത്ത് കാണുന്നുമില്ല, അതിനെ കണ്ടസ്റ്റ് ചെയ്ത് കാണുന്നില്ല. അങ്ങനെയൊന്നും ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല. ലോകം മുഴുവൻ ഇസ്ലാം ആക്കണമെന്നൊന്നും ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല എന്ന് അവർ മറുവാദം ഉയർത്തിയതും ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഈ വ്യാപകമായി മതപരിവർത്തനം നടത്തുക, അതിനു വേണ്ടിയിട്ട് പല രാജ്യങ്ങൾ തന്നെയും ഫണ്ടിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഈ സംരംഭങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളുടെ ഫണ്ട് വന്നതാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷിച്ചത്. ഏതായാലും പണം വന്നിട്ടുണ്ട്. 106 കോടി കയ്യോടെ കെട്ടി അത് ഫ്രീസ് ചെയ്തു. 10,000 കോടിയുടെ നിക്ഷേപം ഒരു ഷെൽ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നു എന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത ചർച്ചയ്ക്കെടുത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫർദർ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇയാളിപ്പോഴും ജയിലിലാണ്. തീവ്രവാദ വിരുദ്ധ സേനയുടെ കസ്റ്റഡിയിലാണ്. ഇയാളും മകനും ഈ നവീൻ റോഹറയും നീതു നസ്രീൻ നീതു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളെന്താ ഓർക്കുക? ഹിന്ദു അല്ലെങ്കിൽ പരമാവധി വന്ന ഒരു ക്രിസ്ത്യാനി. അപ്പോൾ നീതു നസ്രീൻ ഇവരൊക്കെ ആ പേരിൽ പല കാര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ പേര് പറയത്തില്ല എന്ന് പറഞ്ഞത്. പേര് ഞാൻ പറയത്തില്ല എന്ന് ചോദിച്ചാലും പേര് പറയത്തില്ല എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇത് വലിയ ഗുരുതരമായ ഇത്രയും കോടി രൂപ നിക്ഷേപമുള്ള ഒരു കമ്പനി ഇവർ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും എന്ത് കമ്പനിയാണ്? ഷിപ്പിംഗ് കമ്പനിയാണ്. ഈ ഷിപ്പിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അവരെന്താണ് ഷിപ്പ് ചെയ്യാൻ പോകുന്നത്? ആയുധങ്ങളാവാം, ഹവാല പണ ഇടപാടാവാം, എന്തുവാകാം. അപ്പോൾ ഏതായാലും അതീവ ഗുരുതരമായ ചില കാര്യങ്ങളാണ് തീവ്രവാദ വിരുദ്ധ സേനയും EDയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മുടെ കേരളത്തിലാണ് ഇത് മതപരിവർത്തനം എന്ന് നടത്തുന്നു, ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറിയും ബഹളവും. ഇല്ലാത്തത് പറയരുത് എന്ന്. ഉത്തർപ്രദേശിൽ ലവ് ജിഹാദ് വിരുദ്ധ നിയമമുണ്ട്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് ഇല്ലേ, റോമിയോ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ സ്ക്വാഡുണ്ട് ഇത്തരം കേസുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഏതായാലും UP സർക്കാരിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ ചങ്കൂർ ബാബ പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഊറ്റിയെടുക്കാവുന്ന എല്ലാ വിവരങ്ങളും ഊറ്റിയെടുക്കുകയും ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ മുമ്പ് കേട്ടില്ലേ അവിടെ നിന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് തൃശ്ശൂർ വന്നു. അതെ, അതിൻ്റെ കാര്യങ്ങൾ ആ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ചങ്കൂർ ബാബയുടെ കേസ് അന്വേഷിച്ച് വരുമ്പോൾ അതിനൊന്ന് തീർച്ചയായിട്ടും ഒരു കേരള ലിങ്ക് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവും. കാരണം 10,000 കോടി രൂപയുടെ നിക്ഷേപമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരുപാട് പിന്തുണ ആ സംസ്ഥാനത്തിന് ഉണ്ടാവും. അപ്പോൾ ഈ അന്വേഷണം അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും ഈ നെറ്റ്വർക്ക് പരന്ന് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UPയിൽ എന്തിനായിരിക്കും ഇത്തരം ഒരു നീക്കം നടത്തുന്നത്? ഒരു പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഉത്തർപ്രദേശ് ഇന്ന് കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക്, കേരളത്തിലല്ല ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും ഭയമുള്ള, ഏറ്റവും വെറുക്കുന്ന പേര് നരേന്ദ്രമോദി എന്നല്ല, മോഹൻ ഭഗവത് എന്നല്ല, അമിത്ഷാ എന്നല്ല, മറിച്ച് യോഗി ആദിത്യനാഥ് എന്നാണ്. അല്ലേ? അതെ.
മോദിയും അമിത്ഷായും ഒക്കെ ദേഷ്യമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കൂടെ കിട്ടിയാൽ ഇവർക്ക് ഏറ്റവും വലിയ പകയുള്ളത് യോഗിയോടാണ്. യോഗിയാണ് ഏറ്റവും വിട്ടുവീഴ്ചയില്ലാതെ ഇസ്ലാമിക ജിഹാദിനെതിരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായ നടപടികൾ എടുക്കുന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ല. ഇടിച്ച് പൊളിച്ച് കളയും എന്ന് പറഞ്ഞാൽ കളയും. പിന്നെ പറഞ്ഞില്ലേ, ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് പറഞ്ഞിരുന്നു. യു പിയിലെ ഗുണ്ടകളെ മഹാഭൂരിപക്ഷത്തിനെയും ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നു. അത് ഇപ്പോൾ കാട്ടുനീതിയാണെന്നൊക്കെ പറയുന്നത് ഈ കൊല്ലപ്പെട്ട ആളുകളെ കൊണ്ട് ഗുണമുണ്ടാവുന്നതാണല്ലോ പറയുന്നത്. പക്ഷെ ജനം പറയുന്നത് എന്തറിയോ, നന്നായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതുപോലെയാണ് അസമിൽ നടക്കുന്നത്. അസമിൽ ഹിമന്ത ശർമ്മ ഒരു വിട്ടുവീഴ്ചയില്ല. കുറേ എണ്ണത്തിന് ബംഗ്ലാദേശികളെ പിടിച്ചൊരു കടലിൽ കൊണ്ടിറക്കി വിട്ടെന്നാണ് പറയുന്നത്. വള്ളത്തെ വിട്ടിട്ട് പൊക്കോ, നീ അങ്ങോട്ട് പൊക്കോളെ. അതാണ് നമുക്ക് ആവശ്യമില്ല. ബംഗ്ലാദേശ് സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്കിവിടെ വേണ്ട, തട്ടി അങ്ങ് വിട്ടേക്കും. ഇന്റർനാഷണൽ ബോർഡറിൽ കൊണ്ട് തട്ടി പൊക്കോ, ഇങ്ങോട്ട് വന്നാൽ വെടിവെക്കും. അപ്പം അങ്ങോട്ട് പോവുക, നീ അവിടെ നിന്നല്ലേ വന്നാൽ പൊക്കോ. ഈ നിലപാടെടുത്ത് വളരെ ശക്തമായി നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയിൽ യോഗി ആദിത്യനാഥാണ്. അതുകൊണ്ട് യോഗിയുടെ നാട്ടിൽ ഈ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി അവിടെ BJPയെ, ഉത്തർപ്രദേശ് സർക്കാരിനെ, യോഗി ആദിത്യനാഥിനെ അസ്ഥിരപ്പെടുത്താൻ, അട്ടിമറിക്കാൻ, വേണ്ടി വന്നാൽ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം സംഘടിതമായി, ആസൂത്രിതമായി ഇവർ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ഫണ്ടൊക്കെ പോകുന്നത്. ഏതായാലും ചങ്കൂർ ബാബയുടെ കാര്യം ഇത്തിരി കഷ്ടമാണ്. കാരണം യോഗിയുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. യോഗിയുടെ പോലീസാണ് അന്വേഷിക്കുന്നത്. സംഘടിത മതപരിവർത്തനം, പൊളിറ്റിക്കൽ ഇസ്ലാം, ഇതിനൊന്നും ഒരു രക്ഷയുമില്ലാത്ത നാടാണ് ഉത്തർപ്രദേശ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.